ഫിഫ 2026 ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇസ്രായേലിനെ എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് നോർവേ നിലംപരിശാക്കിയത്. ഈ ജയത്തോടെ ഗ്രൂപ്പ് ഐയിൽ നോർവേ ഒന്നാം സ്ഥാനം നിലനിർത്തി. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരം എർലിംഗ് ഹാളൻഡ് മത്സരത്തിൽ ഹാട്രിക് നേടുകയും ചെയ്തു. 27, 63, 72 എന്നീ മിനിറ്റുകളിലാണ് ഹാളൻഡ് ഇസ്രായേലിന്റെ വല കുലുക്കിയത്. ഇസ്രായേൽ താരങ്ങളുടെ 2 സെൽഫ് ഗോളുകൾ കൂടിയായപ്പോൾ നോർവേയുടെ ലീഡ് 5 ആയി. ഓസ്ലോയിൽ വെച്ചാണ് ഈ മത്സരം അരങ്ങേറിയത്. മത്സരത്തിൽ ഹാളണ്ട് 2 പെനാൽറ്റി നഷ്ടപ്പെടുത്തിയിരുന്നുവെങ്കിലും അത് മത്സരത്തെ ഒട്ടും തന്നെ ബാധിച്ചുമില്ല. മത്സരത്തിന് മുമ്പ് സ്റ്റേഡിയത്തിന് പുറത്ത് ഗാസയിലെ വംശഹത്യക്കെതിരെ വമ്പൻ പ്രതിഷേധം ഉടലെടുത്തിരുന്നു. ഈ മത്സരത്തിൽ സംഘർഷം നടക്കാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതിനാൽ അതീവ സുരക്ഷയും ഒരുക്കിയിരുന്നു. ഗാലറികൾക്കുള്ളിലും ഇസ്രായേലിന് എതിരെയുള്ള നിരവധി ബാനറുകൾ ഉണ്ടായിരുന്നു. കൂടാതെ ഈ മത്സരത്തിലെ മുഴുവൻ പ്രതിഫലവും ഗാസക്കായി നൽകുമെന്ന് നോർവേ നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഗ്രൂപ്പിൽ നോർവേക്ക് 6 മത്സരങ്ങളിൽ നിന്ന് 18 പോയിന്റ് ഉണ്ട്. രണ്ടാം സ്ഥാനത്ത് ഇറ്റലിയാണ്. ഇറ്റലിക്ക് 12 പോയിന്റാണുള്ളത്. ഇസ്രായേൽ 9 പോയിന്റുമായി 3-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇന്നലെ വരെ ഇറ്റലിക്കും ഇസ്രായേലിനും തുല്യ പോയിന്റുകളായിരുന്നു. എന്നാൽ ഇന്നലെ 3-1 എസ്റ്റോണിയയെ തകർത്തുകൊണ്ട് ഇറ്റലി 2-ാം സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. അതോടെ മങ്ങിയത് ഇസ്രായേലിന്റെ ലോകകപ്പ് പ്രതീക്ഷകളാണ്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 15 നടക്കുന്ന ഇസ്രായേൽ ഇറ്റലി മത്സരം ഏറെ നിർണായകമാണ്. നേരത്തെ ഇറ്റലിയുമായി സെപ്റ്റംബർ ആദ്യ ആഴ്ചയിൽ ഇസ്രായേൽ മത്സരിച്ചിരുന്നു. ഹംഗറിയിൽ നടന്ന ആ മത്സരത്തിൽ ഇറ്റലി ഇസ്രായേലിനെ 5-4 പരാജയപ്പെടുത്തിയത്. അന്ന് ഇറ്റലിയാണ് 2 സെൽഫ് ഗോളുകൾ അടിച്ചത്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇസ്രായേലുമായുള്ള ഒക്ടോബർ 15 മത്സരത്തിന് മുന്നോടിയായി ഇറ്റാലിയൻ കോച്ച് ജെന്നാരോ ഗട്ടൂസോ തന്റെ പ്രതികരണവും അറിയിച്ചിരുന്നു. ഇസ്രായേലിനെതിരായി ഞങ്ങൾ മത്സരം കളിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ 3-0 തോറ്റതായാണ് കണക്കാക്കുന്നത്. പലസ്തീനിലെ കുഞ്ഞുങ്ങളടക്കമുള്ള നിഷ്കളങ്കർക്ക് സംഭവിക്കുന്നതിൽ സങ്കടമുണ്ടെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. അതെല്ലാം കാണുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കുന്നു. പക്ഷേ കളിക്കാതെ മാറി നിന്നാൽ ഇസ്രായേൽ ജയിച്ചതായി പ്രഖ്യാപനം ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് കളിച്ചേ പറ്റൂ എന്നാണ് ഗട്ടൂസോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇറ്റലിയിൽ പലസ്തീന് അനുകൂലമായ അതിശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 15-ാം തീയതിയിലെ മത്സരത്തിന് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിലെ കാണികളുടെ എണ്ണവും പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിൽ 6000-ത്തോളം പേരും പുറത്ത് 10,000-ത്തോളം പേരും അണിനിരക്കുന്ന അസാധാരണ സാഹചര്യമാണുള്ളത്. പുറത്തുള്ള കാര്യങ്ങളിൽ അധികം ശ്രദ്ധിക്കാതെ ഞങ്ങൾ മത്സരത്തിൽ ശ്രദ്ധയൂന്നുകയാണ് വേണ്ടതെന്നും ഗട്ടൂസോ പറഞ്ഞു. കഴിഞ്ഞ 2 ലോകകപ്പിലും യോഗ്യത നേടാൻ ഇറ്റലിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 15-ാം തീയതി ഇസ്രായേലിനെ മറികടന്ന് ലോകകപ്പിലേക്ക് ഇറ്റലി എത്തുമെന്നാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. അതിനിടെ ഇസ്രായേലിനെ വിലക്കണം എന്നാവശ്യപ്പെട്ട് ഇറ്റലിയിലെ കോച്ചിംഗ് അസോസിയേഷൻ രംഗത്ത് വന്നതും നേരത്തെ വാർത്തയായിരുന്നു. ഇപ്പോഴും ഇസ്രായേലിനെതിരെ കളിക്കില്ല എന്ന നിലപാടാണ്, അല്ലെങ്കിൽ ഇസ്രായേൽ ഉണ്ടെങ്കിൽ ടൂർണമെന്റിൽ കളിക്കില്ല എന്ന നിലപാടാണ് പല രാജ്യങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്.